എന്നും ഒരേപോലെ ഉണ്ടാക്കാണ്ട് കുറച്ച് വ്യത്യസ്തമായിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ചീഞ്ചട്ടി വെച്ച് ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. കൂടെ തന്നെ 2 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഉപ്പുമാവ് ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾക്ക് ഇതിലേക്കുള്ള വെള്ളം ചൂടാക്കാനായിട്ട് വെക്കാം. 1 ഗ്ലാസ് റവയ്ക്ക് 2.5 ഗ്ലാസ് വെള്ളം ചൂടാക്കാനായിട്ട് വെക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു പിടി കപ്പലണ്ടി ചേർത്ത് കൊടുക്കാം. ഇത് പച്ച കപ്പലണ്ടിയാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഇതൊന്ന് വറുത്തെടുക്കാം. കപ്പലണ്ടി ഒന്ന് വറുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കടുകും ഉഴുന്നും പരിപ്പും ചേർത്ത് കൊടുക്കാം. കടുകും ഉഴുന്നും പരിപ്പൊക്കെ നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം 1 ഗ്ലാസ് റവ ചേർത്ത് കൊടുക്കാം. റവ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഇത് വറുത്ത റവയാണ്, എന്നാലും നമ്മൾ ഒന്നും കൂടെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. റവ ഒന്ന് വറുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം. എപ്പോഴും നമ്മൾ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് നെയ്യ് കൂടിയാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ റവ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചിയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും പച്ചമണമൊന്നും ഉണ്ടാവില്ല കേട്ടോ. റവ നന്നായിട്ട് ചൂടായിട്ടുണ്ടല്ലോ. പിന്നെ ഒരു പ്രത്യേക ഫ്ലേവറാണ് ഇങ്ങനെ ചേർക്കുമ്പോൾ. ഇപ്പോൾ റവ നല്ല ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചൂടാക്കാൻ വെച്ച വെള്ളം തിളച്ചിട്ടുണ്ട്. നമ്മളിനി ഈ വെള്ളം റവയിലേക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളം മുഴുവനായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. അതിന് ശേഷം നമുക്ക് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. റവ ആവാനായിട്ട് അധികം സമയമൊന്നും വേണ്ട കേട്ടോ. 2 മിനിറ്റൊക്കെ മതി. നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കുക. ഒന്ന് ഇളക്കിയതിന് ശേഷം കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്തുകൊണ്ട് ഉപ്പുമാവിന് മധുരമൊന്നും ഉണ്ടാവില്ല കേട്ടോ. കൂടെ തന്നെ കുറച്ച് തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് നെയ്യ് എല്ലാം കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഞാൻ കുറച്ച് കുഴഞ്ഞ പോലെയാണ് കേട്ടോ ഉപ്പുമാവ് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് പൊടിയായിട്ട് ഉപ്പുമാവ് വേണമെന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് കുറച്ചാൽ മതി. 2.5 ഗ്ലാസ് വെള്ളം എന്നുള്ളത് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഉണ്ടാക്കിയാൽ മതി. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉപ്പുമാവാണ്. ഇപ്പം ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ഉപ്പുമാവ് ഉണ്ടാക്കുന്നത്.